സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെ എക്സസൈസ് 10.3-ലെ കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ വരക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. ഇപ്പോൾ രണ്ട് പാരലൽ ലൈൻ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. L1 ആൻഡ് L2 രണ്ട് പാരലൽ ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. L1 ആൻഡ് L2. അപ്പോൾ ആദ്യത്തെ ലൈനിനെ നമുക്ക് L1 എന്ന് വിളിക്കാം. സെക്കൻഡ് ലൈൻ ഈസ് L2. ഈ ഒന്നാമത്തെ ലൈനും രണ്ടാമത്തെ ലൈനും പാരലൽ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഏതിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? അതായത് ഇൻ്റർസെപ്റ്റ്സിൽ വ്യത്യാസം ഉണ്ടാവും. ദർഫോർ ലെറ്റ് y ഈക്വൽ ടു mx plus c1 be the equation of the first line and y equal to mx, same slope ആയതുകൊണ്ട് നമുക്ക് mx എന്ന് എടുക്കാം. mx plus c2 be the equation of the two lines. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y equal to mx plus c1 ഒന്നാമത്തെ ലൈനും y equal to mx plus c2 രണ്ടാമത്തെ ലൈനിൻ്റെതും ആണെന്ന് കരുതുക. അതിനിടയിലുള്ള ദൂരത്തെ നമുക്ക് ഈ ദൂരമാണ് ഡി എന്ന് പറയുന്ന ദൂരമാണ് രണ്ട് ലൈനിനിടയിലുള്ള ദൂരം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ്. ഇനി നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഒന്നാമത്തെ ലൈനിലുള്ള പോയിൻ്റാണ്. ഒന്നാമത്തെ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് എ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്? ഒന്നാമത്തെ ലൈനിൽ വൈയുടെ വാല്യൂ 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ ഞാൻ y ഈക്വൽ ടു 0 ഇൻ ദി ഫസ്റ്റ് ലൈൻ. Put y equal to 0 in equation number 1. ഒന്നാമത്തെ ലൈനിൽ yക്ക് 0 കൊടുക്കുന്നു. അപ്പോൾ 0 ഈക്വൽ ടു mx പ്ലസ് c1. ദർഫോർ mx ഈക്വൽ ടു നെഗറ്റീവ് c1 ദെൻ x ഈക്വൽ ടു നെഗറ്റീവ് c1 ബൈ m. അപ്പോൾ x കോർഡിനേറ്റ് നമുക്ക് കിട്ടി, y കോർഡിനേറ്റ് 0. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് c1 ബൈ എമ്മും y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് എ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഡി കണ്ടുപിടിക്കാൻ, ഇതാണ് ഡിസ്റ്റൻസ്. ഡി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ചാൽ മതി. അതായത് L2ലേക്കുള്ള ദൂരം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പോയിൻ്റ് എ ആണ് നമ്മുടെ പോയിൻ്റ് എ. നെഗറ്റീവ് c1 ബൈ എം 0 ൽ നിന്ന് L2ലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് c2ലേക്കുള്ള ദൂരം. അപ്പോൾ ഈ y ഈക്വൽ ടു mx പ്ലസ് c2നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്ന് എഴുതാം. അതായത് ജനറൽ ഫോമിൽ എഴുതുമ്പോൾ mx മൈനസ് y പ്ലസ് c2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് വന്നു. അതുപോലെ നമ്മുടെ പോയിൻ്റ് x1 y1 എന്നുള്ള പോയിൻ്റ് നമുക്ക് മൈനസ് c1 ബൈ m 0 എന്ന് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഫോർമുല ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇവിടെ നമ്മുടെ ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ ഇതായിട്ട് കൺസിഡർ ചെയ്യണം. പോയിൻ്റ് x1 y1 എന്നുള്ള പോയിൻ്റ് ഇതാണ്. അപ്പോൾ നമ്മളിതിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇവിടെ എം എക്സ് ആണ്. അപ്പോൾ എം ഇൻറ്റു നെഗറ്റീവ് c1 ബൈ എം പ്ലസ് by1. അപ്പോൾ മൈനസ് 0. y1 എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് x1 y1 0 ആണ്. അപ്പം by1 എന്ന് പറയുമ്പോൾ മൈനസ് 0 എന്ന് വരും. പ്ലസ് c2. അപ്പോൾ നമുക്കതിനെ പ്ലസ് c2 എന്ന് കൊടുക്കാം. മോഡുലസ് ഓഫ് ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ മീൻസ് m സ്ക്വയർ. b സ്ക്വയർ മൈനസ് 1 ആണ് b. അപ്പം 1 റൂട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് c2 മൈനസ് ഈ m ക്യാൻസലായാൽ മൈനസ് c1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് m സ്ക്വയർ. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ y ഇൻ്റർസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ, സ്ലോപ്പ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് കൂടുതൽ എളുപ്പം മറ്റൊരു രീതിയിലാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമാണ്, സാധാരണ ജനറൽ ഫോമാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈന് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൽ നിന്ന് നമുക്കതിനെ
ജനറൽ ഫോമിൽ കിട്ടുമ്പോഴുള്ള രൂപത്തിലേക്കൊന്ന് മാറ്റണം. 1 + m². അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ എന്തൊക്കെ കിട്ടണം? y ഇൻ്റർസെപ്റ്റുകൾ കിട്ടണം, അതുപോലെ സ്ലോപ്പ് കിട്ടണം. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എളുപ്പമുള്ളൊരു ഫോർമുലയാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ ജനറൽ ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ, സപ്പോസ് അവർ സ്ട്രെയിറ്റ് ലൈൻസ് ആർ ax + by പ്ലസ് ഏതിലെ മാറ്റം ഉണ്ടാവുള്ളൂ? സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും രണ്ട് ലൈനിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് C1 എടുക്കാം, ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. ax + by + C2 = 0. അപ്പോൾ പാരലൽ ലൈൻസ് ആകുമ്പോൾ പ്രത്യേകത അതിൻ്റെ സ്ലോപ്പ് ഈക്വലാണ്. ഇതിൽ ഒന്നാമത്തെ ലൈനിൻ്റെയും രണ്ടാമത്തെ ലൈനിൻ്റെയും സ്ലോപ്പ് സെയിം ആയിരിക്കും, കാരണം രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട്. ദഫോർ സ്ലോപ്പ് m = -a/b എന്ന് എഴുതാം. സ്ലോപ്പ് m = -a/b. അതുപോലെ ഒന്നാമത്തെ ലൈനിൻ്റെ y ഇൻ്റർസെപ്റ്റ് നമുക്കെങ്ങനെ എഴുതാം? ഒന്നാമത്തെ ലൈനിൻ്റെ y ഇൻ്റർസെപ്റ്റ്, നമ്മൾ y ഇൻ്റർസെപ്റ്റിൻ്റെ ഫോർമുല പഠിക്കുന്നത് -c/b ആണ്. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ -c1/b എന്ന് കിട്ടും. രണ്ടാമത്തെ ലൈനിൻ്റെത് ഇൻ്റർസെപ്റ്റ്സ് നമുക്ക് രണ്ടാമത്തെ ലൈനിൻ്റെത് ഇൻ്റർസെപ്റ്റ്സ് ഒരു ഹെഡിങ്ങിൽ എഴുതാം, -c1/bയും പിന്നെ രണ്ടാമത്തത് -c2/b എന്നും എഴുതാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഈ നേരത്തെ കിട്ടിയ ഫോർമുലയിൽ ഒന്ന് കൊടുത്താൽ D = മോഡുലസ് ഓഫ്, ഒന്നുകൂടി ആ ഫോർമുല എഴുതാം, C2 - C1/√1 + m² ആണ്. അതിനെ C2ന് പകരം -C2 ക്യാപിറ്റൽ C2/b -ക്യാപിറ്റൽ C1/b all divided by 1 + √1 + a²/b², -a/b സ്ക്വയർ, m സ്ക്വയർ a²/b² എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു C1 -of C1 പോസിറ്റീവ് C1 -C2 all divided by b ഡിവൈഡഡ് ബൈ a². ഇത് കോമൺ ഡിനോമിനേറ്റർ നമ്മൾ b² ആക്കിയാൽ b² + a² all divided by b² എന്ന് വരും. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ a² + b² ഡിവൈഡഡ് ബൈ b²ൻ്റെ സ്ക്വയർ റൂട്ട് ഇങ്ങനെ വരും. ഇനി അതിന് മോഡുലസ് കൊടുക്കുക. അപ്പോൾ അടുത്ത സിംപ്ലിഫിക്കേഷനിൽ C1 - C2 ഡിവൈഡഡ് ബൈ b ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് എടുക്കുമ്പോൾ √a² + b² ഡിവൈഡ് ബൈ b²ൽ b²ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് അവിടെ ഇടണ്ട, നമുക്ക് b മാത്രം എഴുതാം. ബിയും ക്യാൻസലായി പോവും. ഇതിൻ്റെ മോഡുലസ് അതായത് C1 - C2 ഡിവൈഡഡ് ബൈ √a² + b². നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോമിലാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തരുന്നതെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുള്ള ഫോർമുല ഇതാണ്. D = C1 - C2 ഡിവൈഡഡ് ബൈ √a² + b². ഇതാണ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല. നമ്മൾ ഓർത്ത് വെക്കാനും നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും, കാരണം നമ്മുടെ മിക്കവാറും എല്ലാ ഇക്വേഷൻസും അതിൻ്റെ ജനറൽ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഫോർമുല ഇതാണ്. D = C1 - C2 ഡിവൈഡ് ബൈ √a² + b². അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ് 15x + 8y + 31 = 0 ആൻഡ് 15x + 8y - 34 = 0. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് പാരലൽ ലൈൻസ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്? ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ax + by + c = 0 എന്നുള്ള ജനറൽ ഫോമിലാണ് രണ്ട് ഇക്വേഷനും തന്നിട്ടുള്ളത്. അതിൽ എയുടെയും ബിയുടെയും വാല്യൂ ഒന്ന് കമ്പയർ ചെയ്യുക. 15 and 15, ഹിയർ ഓൾസോ 8 and 8. അപ്പോൾ എയും ബിയും ഈക്വലായിട്ട് വന്നാൽ നമുക്ക് പാരലൽ ആണെന്ന് ഉറപ്പിക്കാം, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആയാലും മതി.
ഈക്വൽ അല്ല എങ്കിൽ പ്രൊപ്പോർഷണൽ ആയാലും നമുക്കത് പാരലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് ലൈനിലും എയും ബിയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലൈൻസ് പാരലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കൂടാതെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പാരൽ ലൈൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാരൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ എഴുതുന്നു. ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് C1 മൈനസ് C2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ രണ്ടാമതായിട്ട് ഡിറൈവ് ചെയ്ത ഫോർമുലയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. C2 മൈനസ് C1 അല്ലെങ്കിൽ C1 മൈനസ് C2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം മോഡുലസ് എടുക്കുന്നതുകൊണ്ട് എങ്ങനെ എടുത്താലും നമുക്കതിൻ്റെ കറക്റ്റ് ആൻസർ എത്തും. ഇതിപ്പോൾ മോഡുലസ് ഓഫ് എന്താണ് C1 എന്ന് പറയുന്നത്? ഒന്നാമത്തെ ലൈനിലുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് C1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലൈനിലുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് C2. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. C1 31 മൈനസ് ഫോർമുലയിലുള്ള മൈനസ് ആണ്. ഇനി C2 നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ അതിനെ അതുപോലെ തന്നെ എടുക്കണം. നെഗറ്റീവ് 34 ആണ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് മൈനസ് ഓഫ് നെഗറ്റീവ് 31 വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോഡുലസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 31 പ്ലസ് 34. ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് 225 plus 64, that is equal to 289. Square root of 289 is what? 17. Therefore it is equal to 65 by 17. അടുത്ത ഒരു ചോദ്യം നോക്കാം. Find the distance of the point -1 from the line 12 into x plus 5 equal to 5 into y minus 2. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻ്റ് നമ്മൾ പഠിച്ച ഫോർമുല ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എക്സ് 1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ആയിരുന്നു. തന്നിട്ടുള്ള പോയിൻ്റാണ് x1 y1 എന്നുള്ള പോയിൻ്റ്. പക്ഷേ നമ്മുടെ ഈ ചോദ്യത്തിലുള്ള ഇക്വേഷൻ ഈ സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഉള്ളത്. അതായത് എക്സും വൈയും ഒക്കെ രണ്ട് സൈഡിലായിട്ട് ഈക്വാലിറ്റിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷനെ നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ആ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി 12 ഇൻറ്റു എക്സ് പ്ലസ് 6 ഈക്വൽ ടു 5 ഇൻറ്റു വൈ മൈനസ് 2. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. 12x പ്ലസ് 12 ഇൻറ്റു 6 ഈസ് 72 ഈക്വൽ ടു 5y മൈനസ് 10. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷനെ എല്ലാ ടേംസും ലെഫ്റ്റിലേക്ക് എടുത്ത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് 12x പ്ലസ് 72 ഈക്വൽ ടു 5y മൈനസ് 10 ആണ്. നമ്മൾ എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 12x മൈനസ് 5y വരും. 72 പ്ലസ് 10 ഈസ് 82 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലല്ല എങ്കിൽ നമ്മൾ ആദ്യം അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്കൊന്ന് മാറ്റണം. ഇനി ഫോർമുലയിലേക്ക് കൊടുക്കാം. പോയിൻ്റ് x1 y1 എന്നുള്ള പോയിൻ്റ് നമ്മുടെ പോയിൻ്റ് -1 1 ആണ് നമ്മുടെ x1 y1 എന്നുള്ള പോയിൻ്റ്. ഇതാണ് x1 y1 എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ എടുക്കേണ്ട പോയിൻ്റ്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഡിയിൽ കൊടുക്കാം. ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 12 ഇൻറ്റു x1 മൈനസ് 1 മൈനസ് 5 ഇൻറ്റു y1 1 പ്ലസ് 82 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് -5 സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -12 മൈനസ് 5 പ്ലസ് 82 divided by root of 144 plus 25. That's equal to modulus of 65 by root of 169. Therefore it is equal to 65 by 13. Then it is equal to നമുക്കറിയാം 65 by 13 എന്ന് പറയുന്ന വാല്യൂ d ഈക്വൽ ടു 5 ആണ്.
അടുത്ത find the points on the x-axis whose distance from the line x by 3 plus y by 4 equal to 1 are 4 units. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ചോദ്യമാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ പ്രോസസ്സ് സിംപ്ലിഫിക്കേഷനൊക്കെ ഈസി ആക്കാൻ വേണ്ടി ഈ സ്ട്രെയിറ്റ് ലൈനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? ഇൻ്റർസെപ്റ്റ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്ന് എഴുതാം. x by 3 plus y by 4 equal to 1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിനെ ഒന്ന് 12 ഡിനോമിനേറ്റർ ആക്കി മാറ്റുന്നു. അപ്പോൾ 4x plus 3y ഈക്വൽ ടു 1 കിട്ടും. ഇതിപ്പോൾ 4x plus 3y 12 നമ്മൾ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്ന് എഴുതാം. 4x plus 3y minus 12 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് ഏത് ഫോമിലേക്ക് ഇപ്പോൾ കൺവേർട്ടായി? ax പ്ലസ് ബി വൈ പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഈക്വൽ ടു 0. എ എന്ന് പറയുന്നത് 4 ആണ്. ബി എത്രയാണ്? എ ഈക്വൽ ടു 4. ബി എന്താണ്? 3 ആണ്. സി എത്രയാണ്? -12 ആണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് 4 യൂണിറ്റ്സും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? മോഡുലസ് ഓഫ് എ x1 പ്ലസ് ബി y1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല. ഇനി പോയിൻ്റ് ചോദ്യം ഒന്ന് നോക്കുക. ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ്. ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ദി ലൈൻ ആർ 4 യൂണിറ്റ്സ്. ഡിസ്റ്റൻസ് ഫ്രം ദി ലൈൻ 4 യൂണിറ്റ്സ് ആവുന്ന എക്സ് ആക്സിലുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിലുള്ള പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിനെ x1 y1 എടുക്കുന്നതിന് പകരം x1 0 എന്ന് എടുക്കാം. അപ്പോൾ ആ പോയിൻറ്റിനെ നമ്മൾ എടുക്കുന്നത് ലെറ്റ് x1, 0 be the point on the x-axis. x-axisലുള്ള പോയിൻ്റ് x1 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ ഡിയുടെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. മോഡുലസ് ഓഫ് എ x1 പ്ലസ് ബി y1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കൊടുക്കുമ്പോൾ 4x1 നമ്മളെടുത്ത പോയിന്റിൽ y1 എന്താണ്? 0 ആണ്. അപ്പോൾ 0 മൈനസ് 12 divided by root of 4 square plus 3 square equal to 4 ആണ്. Therefore 4x1 minus 12 divided by 5, അതായത് റൂട്ട് 25 താഴെ വരുന്നത് നമ്മുടെ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 16 പ്ലസ് 9 എന്താണ്? റൂട്ട് 25 ആണ്. റൂട്ട് 25ൻ്റെ വാല്യൂ 5 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണ്. 4x1 മൈനസ് 12/5 എന്താവാം? പോസിറ്റീവ് 4 ആകാം. മോഡുലസ് 4 ആകുമ്പോൾ പോസിറ്റീവ് 4 ആകാം, നെഗറ്റീവ് 4 ആകാം. അപ്പോൾ 4x1 മൈനസ് 12/5ൻ്റെ വാല്യൂ നെഗറ്റീവ് 4 ആവാം. ഈ രണ്ട് പോസിബിലിറ്റിയാണ്. ഇനി ഈ ഒന്നാമത്തെ ലൈൻസ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 4x1 മൈനസ് 12 ഈക്വൽ ടു 20 എന്ന് കിട്ടും. Therefore 4x1 equal to 32 എന്ന് കിട്ടും. Therefore x1 equal to x1ൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 4x1 മൈനസ് 12 ഈക്വൽ ടു 20 എന്ന് കിട്ടും. 4x1 ഈക്വൽ ടു നെഗറ്റീവ് 20 എന്ന് കിട്ടും. 4x1 ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടും. x1 ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് വാല്യൂ x1ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പോയിൻറ്റ്സ് ആവാനുള്ള സാധ്യത? Therefore the points are ഒന്നാമത്തെ പോയിൻ്റ് x1 0, അതായത് നമുക്ക് ആദ്യം കിട്ടിയ പോയിൻ്റ് 8 ആണ്. 8,0 ആവാം. ഓർ ഏതാണ്? -2,0. ഈ രണ്ട് പോയിൻ്റാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുമ്പോൾ
ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോമിലാണോ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യണം.